ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വൈറ്റ് ഹൗസിലെത്തിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ട്രംപിന്റെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി വിനീതദാസിന്റെ ഭാവത്തിൽ നിൽക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മാഭിമാനത്തെയാണ് പൊള്ളിച്ചത്. അമേരിക്കയുമായുള്ള ബന്ധം സുഗമമാക്കാൻ വിമാനം കയറി എന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞത്. എന്നാൽ ബന്ധം സുഗമായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വഷളാവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കുടിയേറ്റക്കാരായി അമേരിക്കയിലെത്തിയ ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ച് അനുവാദമില്ലാതെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കുന്നതിന് വരെ കാര്യങ്ങൾ എത്തിയെന്ന് കാണാം. ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്കയിന്മേൽ ഇന്ത്യ ചുമത്തുന്ന തിരിവ അതേ തോതിൽ തിരികെ ചുമത്തുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ട്രംപ്. ഫോക്കസ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് മോദിയുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചും വ്യാപാര നയങ്ങളോടുള്ള തന്റെ സമീപനത്തെക്കുറിച്ചും ട്രംപ് വ്യക്തമാക്കിയത്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത തിരിവയാണ് ചുമത്തുന്നത് എന്നും അതേ അളവിൽ തിരിച്ചടിക്കാനാണ് തന്റെ തീരുമാനമെന്നും ട്രംപ് വ്യക്തമാക്കുമ്പോൾ മോദിയുടെ സന്ദർശനം ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നുവെന്ന് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം അവസാനിച്ച് തൊട്ടു മുൻപായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന ട്രംപിന്റെ പരസ്പര നികുതി പ്രഖ്യാപനം വന്നത്. ഓരോ രാജ്യങ്ങളുടെയും വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം ഈ മാസം ഏപ്രിൽ ആദ്യ വാരത്തോടെ ആയിരിക്കും വൈറ്റ് ഹൗസ് പരസ്പര നികുതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നും ട്രംപ് പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ US നൽകി വരുന്ന $2.1 കോടി ധനസഹായം നിർത്തലാക്കാനുള്ള ഡോജിന്റെ തീരുമാനത്തെയും ട്രംപ് ശരിവെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇന്ത്യക്ക് പണം നൽകുന്നത് എന്ന ചോദ്യവും ട്രംപ് ചോദിച്ചു. ഡോജ് തീരുമാനത്തെ ന്യായീകരിക്കുമ്പോഴും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്നതെന്ന വിമർശനവും ഉന്നയിക്കാൻ ട്രംപ് മറന്നതുമില്ല. അമേരിക്കയെ മറ്റു രാജ്യങ്ങളെ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുകയാണെന്നും അമേരിക്കയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധികാര തിരിവിയാണ് രാജ്യങ്ങൾ ചുമത്തുന്നത് എന്നും ട്രംപ് മുൻപ് വ്യക്തമാക്കിയതാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് ഇന്ത്യയാണ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയതും. US മോട്ടോർ സൈക്കിളുകൾക്ക് ഇന്ത്യ 100% തിരിവെയാണ് ചുമത്തുന്നത്. എന്നാൽ US 2.4% മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഒരു കാറ് വിൽക്കുന്നത് അസാധ്യമാണെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇന്ത്യ സ്വന്തമായിട്ട് ഫാക്ടറി നിർമ്മിച്ചാൽ അത് തങ്ങളോട് ചെയ്യുന്ന അനീതി ആയിരിക്കുമെന്ന വിശദീകരണവും ട്രംപ് നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം താൻ പറഞ്ഞിരുന്നു. ഇന്ത്യ ഈടാക്കുന്ന തിരിവ അതേ അളവിൽ തിരികെ ചുമത്താനാണ് അമേരിക്കയുടെ തീരുമാനമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ തോതിൽ തിരിവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണെന്ന ആരോപണവും ട്രംപ് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. US ഇന്ത്യ വ്യാപാര ബന്ധങ്ങളിലെ ഏറ്റവും വലിയ തർക്ക വിഷയമാണ് കാറുകൾക്ക് മേൽ ഇന്ത്യ ചുമത്തുന്ന തിരിവ. എന്നാൽ അലൂമിനിയത്തിനും സ്റ്റീലിനും ട്രംപ് പ്രഖ്യാപിച്ച 25% താരിഫിലും പരസ്പര നികുതിയിലും ഇളവ് ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ചില US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കനത്ത തിരിവയാണ് ചുമത്തുന്നത് എന്നും അതേ തിരിവ ചുമത്തി തിരിച്ചടിക്കാൻ അറിയാമെന്നും ഡിസംബറിൽ ഇന്ത്യക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാണ്. ആ നിലപാട് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ ട്രംപ് ഇറങ്ങുമ്പോൾ വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കുന്നത് എന്നും കാണാം.